അയ്യപ്പൻ്റെ പൂങ്കാവനം എന്നാണ് ഈ ശബരിമലയിലെ കാടിനെ അറിയപ്പെടുന്നത്. പൂങ്കാവനം എന്ന വാക്ക് തന്നെ എത്രയോ മനോഹരമാണല്ലേ. ഈ പൂങ്കാവനത്തെ കാണാനൊരു യാത്ര പോവുകയാണ്. സന്നിധാനത്ത് നിന്ന് പുൽമേട്ടിലേക്കുള്ള യാത്ര, മനോഹരമായ ദൃശ്യങ്ങൾ നിറഞ്ഞ യാത്ര. ഉള്ളവർക്ക് വരുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ആരോഗ്യം കുറഞ്ഞവർ വരാതിരിക്കുക. വഴിക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു നല്ല വഴി ആകാൻ പോകുന്നില്ല. ഈ വഴി ഇങ്ങനെ കിടക്കുകയുള്ളൂ. ആരോഗ്യമുള്ളവർക്ക് നടന്നു പോരാം. ഞങ്ങൾ 10ാമത്തെ ടോക്കൺകാരായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. ഈ വഴിയിൽ എന്തൊക്കെ കണ്ടു കേട്ടോ? കാട്ടുപോത്തിനും അത് ഒരുപാട് ദൂരത്തില്ല, അടുത്തൊന്നും കണ്ടു. ഒരു 10 കിലോമീറ്ററിന് അപ്പുറത്താണ് നിൽക്കുന്നത്. നിങ്ങളെന്താ ഈ വഴി ഇതുവഴി വരണം തീരുമാനിക്കുന്നത്? ഇത് ആ വഴിയൊക്കെ സുഖമാണ് വരാനായിട്ട്. ഇത് 12 കിലോമീറ്റർ ഉണ്ട്. അത് പമ്പയിൽ നിന്ന് കയറി 6 ഉള്ളൂ. എന്നാലും ഈ 12ന്റെ ഇരട്ടി ബുദ്ധിമുട്ടാണ് ഈ 6 വരാൻ. കാഴ്ചകളൊരു നിങ്ങൾ ഇതുവഴി വരുത്തുന്നതിന് കാരണമാണല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ പ്രകൃതി കണ്ടു വരാം. നല്ല ശുദ്ധവായു, പൊടിപടലം ഒന്നുമില്ല. അങ്ങനെ ഈ വഴിയൊരു ഭംഗിയൊക്കെ നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴിക്ക് പോകുന്നത്. വേറെ മൃഗങ്ങളെയൊക്കെ കണ്ടോ? മൃഗങ്ങളൊന്നും ഇന്നൊന്നും കണ്ടില്ല. ആന അപ്പുറത്തുണ്ടായിരുന്നു പറഞ്ഞു. வரும்போது பெரும்பாதையில் வந்தோம். அப்போ புதுசாக வர கன்னிசாமிகளுக்கெல்லாம் இந்த பாதையை காமிக்கணுங்கிறக்காண்டி இந்த வருஷமாக கூப்பிட்டு வராங்க. நல்ல குழப்பில்ல சாமி. எப்படி இருக்கு ரோடு? ரோடு ஸ்கோப் நல்லா இருக்கு. புதிதாக ஆதியமாയിട്ട് வரணும். അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ സ്വാമിമാർ, രാവിലെ സത്രത്തിൽ നിന്നും പുറപ്പെട്ട സ്വാമിമാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര നല്ലതാണ്. മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം കണ്ട് നല്ലൊരു യാത്രയാണ്. കുറച്ച് ദൂരം ഇല്ലേ? അപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 13 കിലോമീറ്റർ അടുപ്പിച്ച് ദൂരമുണ്ട്. പക്ഷെ വരുമ്പോഴത്തേക്ക് ഒരു വൈബും നല്ല ഹൈ സെറ്റപ്പിലുള്ള വൈബും കാണാൻ നല്ല ഭംഗിയാണ്. വൈബാണല്ലേ ഈ റോഡ്. മല കയറാൻ ഒരു ബുദ്ധിമുട്ടുള്ള നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ കയറുമ്പോൾ. പിന്നെ മലയെ കണ്ട് ആസ്വദിച്ച് വരാം. പിന്നെ ഒരിടത്ത് ആനയെ കണ്ട്. കൊമ്പനായിരുന്നു അതോ? ആ കൊമ്പന. നല്ല തണുപ്പുണ്ടായിരുന്നു. അല്ല, എന്നിട്ട് കുറച്ച് ദൂരെയായിരുന്നു, അടുത്തൊന്നും വന്നില്ല. കാട്ടുപോത്തിനെ കാണാൻ സാധ്യത? കാട്ടുപോത്ത് ഒരുപാടുണ്ടായിരുന്നു. പുൽമേട്ടിലാണ്. പുൽമേട്ടിൽ ഒരുപാട് കാട്ടുപോത്ത്. തണുപ്പാണ്, വെയിലുണ്ടായിരുന്നു? എങ്ങനെയാണ്? രാവിലത്തെ ഒരു തണുപ്പേ ഉള്ളൂ. പിന്നെ ഇച്ചിരി 9 മണിയായി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് നല്ല ചൂടായിരിക്കും. നിങ്ങൾ എവിടെ നിന്നുള്ളവരാ? നാളെ കൊല്ലം. സ്ഥിരം ഇതുവഴിയാണോ വരുന്നത്? ആ, രണ്ടാമത്. ഇനിയും ഇതുവഴി വരാൻ ആയിരിക്കും ആഗ്രഹം. അയ്യപ്പ അനുഗ്രഹിച്ച എല്ലാവരും ഒരേപോലെ പറയുന്നുണ്ടല്ലോ ഇതുവഴി. അയ്യപ്പ അനുഗ്രഹിച്ച അടുത്ത വർഷം. എന്തായാലും അതാണ്, ഇതുവഴി ഒരു തവണ വന്നവരൊക്കെ വീണ്ടും വീണ്ടും വരാൻ കൊതിപ്പിക്കുന്ന അത്രയും അടിപൊളി ഒരു പാതയാണെന്നുള്ളതാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ പുല്ലുമേട്ടിലേക്കുള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് പരിപൂർണമായിട്ടൊരു കയറ്റം തന്നെയാണ്. ഇടയ്ക്ക് നല്ല കിതപ്പുണ്ടാവും. പക്ഷേ ഒരു ആശ്വാസമുള്ളത്, ഇടയ്ക്കിടയ്ക്ക് നല്ല നിരപ്പായ സ്ഥലങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ആൾക്ക് വേണമെങ്കിൽ വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭക്തരെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു കയറ്റമുള്ളൂ. അത് കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇറക്കമാണ്. നമ്മളിങ്ങനെ താഴേന്ന് കയറി വരുമ്പോൾ
കുറേ കഴിഞ്ഞ് കഴുതക്കുഴിയൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമുണ്ട്. അതാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഈ വെള്ളമൊന്നും ഇടയ്ക്ക് കഴുതക്കുഴിയിലാണ് വെള്ളം കുടിക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ഇടയ്ക്ക് മുഖമൊക്കെ കഴുകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വെള്ളച്ചാട്ടം അടിപൊളിയാണ്. കുഞ്ഞതാണ്, ഒന്ന് കണ്ടു നോക്കാം. പക്ഷേ രസമാണ്. രക്ഷയില്ല കേട്ടോ, ഗംഭീര തണുപ്പാണ്. നമ്മളിങ്ങനെ ശരീരം ഇങ്ങനെ ചൂടായി മല കയറി വരില്ലേ, അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു തണുത്ത അരുവി കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒന്ന് മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യാത്രകളിൽ പറയുന്നൊരു വൈബില്ലേ, അത് തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ താഴെ വെള്ളത്തിലാശാനൊക്കെ ഉണ്ട് കേട്ടോ. താഴെ ഈ വെള്ളം ഇങ്ങനെ നേരെ ചെന്ന് വീഴുന്ന സ്ഥലത്ത് അവിടെ ഇങ്ങനെ വെള്ളത്തിലാശാൻ ഇങ്ങനെ വെള്ളം വീഴുന്നതിനനുസരിച്ച് കിടന്ന് കളിക്കുകയാണ്. വെള്ളത്തിലാശാൻ തന്നെയാണോ എല്ലാ നാട്ടിലും ഇതിന് പേര് പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ കേട്ടിട്ടുള്ളത് വെള്ളത്തിലാശാൻ എന്നാണ്. പിന്നെ വേറൊരു സാധനം കൂടി ഉള്ളത് കാണിച്ചു തരാനുള്ളത്, ഇത് വെള്ളമായതുകൊണ്ട് തന്നെ തൊട്ട് മുന്നിലിതാ ആനപ്പിണ്ടം കിടപ്പുണ്ട്. ഒരു പക്ഷേ ഇന്നലെയോ മിനിങ്ങാന്നോ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളതായിരിക്കും. ഇതാ ഇവിടെ സംഭവമുണ്ട്. അപ്പോൾ വെള്ളമുള്ളതുകൊണ്ട് ആന ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വരെ സ്ഥലമാണെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ അങ്ങനൊരു പേടിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഫോറസ്റ്റ് ഗാർഡ് തൊട്ടടുത്തൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ആനയുടെ വരവൊക്കെ അവരിങ്ങനെ നിരീക്ഷിച്ചായിരിക്കും വരിക. അപ്പോൾ യാത്രകളിൽ ഇങ്ങനെ ട്രക്കിങ്ങിനിടയിൽ ഉള്ള സന്തോഷങ്ങൾ, രസങ്ങളൊക്കെ ഈ ഇതുപോലുള്ള വെള്ളച്ചാട്ടവും അങ്ങനെ പല പല കാഴ്ചകളുണ്ട്. അങ്ങനെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്ന് പറയും. കാണുന്നുണ്ടോയെന്ന് അറിയില്ല ശരിക്കും. ആ പക്ഷി കാണാൻ പറ്റിയെന്നുള്ളതാണ്. അതാ നമുക്ക് കണ്ടില്ലേ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചില സമയത്ത് വരാറുണ്ട് ഇത്. ചില സമയത്തല്ല, ഈ മൈഗ്രേഷൻ സമയത്ത്, ദേശാടന സമയത്ത് വരാറുണ്ട്. വളരെ നീളമുള്ള വാല്, നല്ല തൂവെള്ള നിറമാണ്, ഭയങ്കര ഭംഗിയാണ്. ഇതതിൻ്റെ മെയിൽ പക്ഷിയാണ്, മെയിൽ പക്ഷി. അത് നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ മുകളിൽ കണ്ടാട്ടോ. അത് അവിടെ ഇരിപ്പുണ്ട്. അത് അത്രയും വിസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളെ നോക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പുല്ലുമേട്ടിലേക്കുള്ള യാത്രയിൽ നടന്ന് കഴുതക്കുഴി എന്ന സ്ഥലത്തെത്തി. അതാണ് ഈ സ്ഥലം. ഇവിടെയാണ് ഫോറസ്റ്റിൻ്റെ ഒരു ക്യാമ്പ് ഉള്ളത്. ഇവിടെ അതായത് കൃത്യം ഏതാണ്ട് 3 കിലോമീറ്റർ കടന്നാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ബോർഡുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ 3 കിലോമീറ്റർ ശബരിമല എന്നൊക്കെ. ഇതിൻ്റെ പിന്നിലൊരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തങ്ങാറുണ്ട്. ഈ ഫെൻസിങ് ഉണ്ടല്ലേ, കാരണം ഇവിടെ ആനകളുടെ അത്രയധികം ദിവസവും ആനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റും. ഈ ഷെഡൊക്കെ ആന വന്ന് അടിച്ച് പൊളിച്ച് കളയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? കഠിനമല്ല. എന്തായാലും ഇതാണ് സാഹചര്യം. ഇനിയും കുറച്ചുകൂടി പോകാനുണ്ട്. ഇത് കഴിഞ്ഞാൽ ഒരു നല്ല കയറ്റമുണ്ട്. അത് കഴിഞ്ഞാൽ പുല്ലുമേടാണ്. പുല്ലുമേടിൻ്റെ കാഴ്ചയാണ് ഇതിൽ ഏറ്റവും മനോഹരമായ കാഴ്ച.
അപ്പോൾ ഇതാണ് മനോഹരമായ പുൽമേട്. ഈ പൂങ്കാവനത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശം എന്ന് തന്നെ പറയാം. നിരവധി എന്താ പറയുക മൊട്ടക്കുന്നുകൾ. പുൽമേട് എന്ന് തന്നെ പൂർണ്ണമായിട്ട് ഏതാണ്ട് എല്ലാ സ്ഥലത്തെയും തന്നെ പറയാൻ പറ്റും. കാരണം അത്രത്തോളം കാര്യമായ മരങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലം, എത്ര കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന മനോഹരമായ ഇടം. ഈ പുല്ലുമേടെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റ് കൂടിയാണ്. ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് ശബരിമല സന്നിധാനം കാണാം. ശബരിമല സന്നിധാനം കാണാം എന്ന് പറയുമ്പോൾ ശബരിമല സന്നിധാനം ഇപ്പോൾ ഒരല്പം ഒരു പുകയൊക്കെ നിറഞ്ഞൊരു ലൈറ്റാണുള്ളത്. അതുകൊണ്ട് അത്രയും വ്യക്തമായി കാണുമോയെന്നറിയില്ല. പക്ഷേ ശബരിമല സന്നിധാനം ഇവിടെ നേരിട്ട് നോക്കിയാൽ കാണാം. തൊട്ടിപ്പുറത്ത് ശബരിമല സന്നിധാനം കാണാമെന്നുള്ളത് മാത്രമല്ല, അതിന് നേരെ എതിർവശത്ത് പൊന്നമ്പലമേടും കാണാം എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സന്നിധാനവും പൊന്നമ്പലമേടും ഒറ്റ ഫ്രെയിമിൽ കാണാവുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടെയാണ്, ഈ പ്രദേശത്താണ് ഭക്തർ ഈ മകരജ്യോതി ദർശനത്തിനായി തമ്പടിക്കാറുള്ളത്. നമ്മളിപ്പോൾ കഴുതക്കുഴി കഴിഞ്ഞ് കുറച്ച് മുകളിലോട്ട് വന്നു. ഇനി പുല്ലുമേട്ടിന് ഒരുപാട് ദൂരമില്ല. പക്ഷേ നമ്മൾ ഈ വരുന്ന വഴിയിലൊക്കെ കണ്ടിട്ടുള്ളത് വമ്പൻ മരങ്ങളാണ് കേട്ടോ. ഒരു രക്ഷയില്ല. എത്ര നീളം എന്ന് തന്നെ പറയാൻ പറ്റില്ല. എത്രയോ കാലം പഴക്കമുള്ള മരങ്ങളുണ്ട്. സത്യത്തിൽ ഇതിൻ്റെ ഒന്നും പേരറിയില്ല. പലതിൻ്റെയും നമ്മൾ എവിടേക്കോ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അറിയില്ല. മരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നവരെ സംബന്ധിച്ച് ഭയങ്കര രസകരമായ ഒരു അനുഭവം തന്നെയായിരിക്കും കേട്ടോ. അത്ര അധികം മരങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഉള്ള മരങ്ങൾ വീണ് കഴിഞ്ഞാൽ അതങ്ങനെ കൊണ്ടുപോകുന്ന പരിപാടിയൊന്നുമില്ല. വെട്ടി പുറത്തേക്കൊന്നും കൊണ്ടുപോയില്ല. അത് അവിടെ തന്നെ കിടക്കുക എന്നുള്ളതാണ്. അതിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക നടപടിക്രമങ്ങളുണ്ട്. അതവിടെ കിടന്ന് പൂർണ്ണമായിട്ടും ഈ വനത്തോടങ്ങ് ലയിച്ചു പോകുന്നൊരു സാഹചര്യമുള്ളത്. ഇങ്ങനെ ഈ വരുന്ന വഴിയിൽ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇനിയും നമ്മൾ പതുക്കെ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ പുല്ലുമേട്. ആ പുല്ലുമേടിൻ്റെ കാഴ്ചയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ യാത്രയിലെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ അതിനുവേണ്ടി പോവാം. ബാ. അപ്പോൾ ഇതാണ് മനോഹരമായ പുല്ലുമേടിൻ്റെ കാഴ്ച. ഈ പുല്ലുമേടിൻ്റെ കാഴ്ചയെക്കുറിച്ച് ഒരുപക്ഷെ നമ്മളോട് സംസാരിക്കുന്നതിനായി രണ്ടുപേരുണ്ട് ഇവിടെ പ്രവർത്തനത്തിലുള്ള രണ്ടുപേര്. ഒന്ന് ഡി ബെന്നി, അദ്ദേഹം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറാണ്. രണ്ടാമത്തെ രാജീവ് സർ, ടി രാജീവ്, അദ്ദേഹം ഡെപ്യൂട്ടി ആണ് ഇവിടെ. എങ്ങനെയാണ് പുല്ലുമേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്വാമിമാരുടെ ഒരു പ്രധാനപ്പെട്ട പാത എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപാട് പേര് ഈ ഭംഗി കണ്ടുകൂടി ഇത്തവണ വരുന്നുണ്ടല്ലേ ഈ മേഖലയിലേക്ക്? തീർച്ചയായിട്ടും ഈ വർഷം തീർത്ഥാടക എണ്ണത്തിൽ വളരെയധികം വർധനമുണ്ടായിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വളരെയധികം വന്യജീവികളുടെ സാന്നിധ്യം വളരെയധികം അനുഭവപ്പെടുന്നൊരു മേഖലയാണ്. പ്രത്യേകിച്ച് ഈ പുല്ലുമേടായതുകൊണ്ട് തന്നെ നമ്മളൊരു വന്യജീവികളുടെ ഒരു സാന്നിധ്യം, പ്രത്യേകിച്ച് ആനയുണ്ടായാലും കാട്ടുപോത്തായാലും അടക്കമുള്ള ജീവികൾ വളരെയധികം കാണപ്പെടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ തീർത്ഥാടകർ ആ ഒരു മുൻകരുതൽ, പ്രത്യേകിച്ച് ട്രഡീഷണൽ പാത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇടവഴികളൊക്കെ തിരഞ്ഞെടുക്കുന്നതും അല്ലെങ്കിൽ മറ്റു ജലാശയങ്ങൾ കാണുമ്പോൾ അങ്ങോട്ട് പോകുന്നതൊക്കെ ഉള്ളൊരു ശീലം ഒഴിവാക്കണമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ കാടിനോട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നിക്കൂടി വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
തീർച്ചയായിട്ടും ഉണ്ട്. ആ രീതിയിലാണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് വീഡിയോഗ്രാഫി, അത് ഇവിടെ നമ്മൾ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയ്യപ്പ ഭക്തന്മാർ വീഡിയോ ചിത്രീകരണം ഉണ്ട്, അല്ലെങ്കിൽ ഡ്രോൺ ചിത്രീകരണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലം ഉപയോഗിക്കുന്നത് തന്നെ അത് ടൈഗർ റിസർവ് തന്നെയാണല്ലോ ഇത്. തീർച്ചയായിട്ടും പെരിയാർ വെസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒരു ഭാഗമാണ്, അഴുത റേഞ്ചിൻ്റെ ഒരു ഭാഗമാണ്. പെരിയാർ വെസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള അഴുത റേഞ്ചിൻ്റെ ഒരു ഭാഗമാണ്. വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു മേഖല കൂടിയാണിത്. ഇവിടെ ഇത്ര അധികം ആളുകൾ വരുന്നുണ്ട്, ഈ ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ റീലൊക്കെ കണ്ടുപോലും ഇതുവഴി ആളുകൾ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം അവരെയൊക്കെ എങ്ങനെയാണ്, ഇവിടെ പരിമിതമാണല്ലോ, ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. എന്നാലും എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ആ പരിമിതമായ സൗകര്യത്തിനകത്ത് നമ്മൾ മാക്സിമം പരമാവധി സ്വാമിമാർക്ക് കിട്ടുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇവിടെ ഒന്നാമത് കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സേവന കേന്ദ്രത്തിൽ വരുന്ന മുഴുവൻ സ്വാമിമാർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കും. എത്ര സ്വാമി വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി അതിനൊരു തടസ്സവും വരാത്ത രീതിയിൽ അത് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ കഴുതക്കുഴിയുള്ള വെള്ളം, കുടിവെള്ള വിതരണം, അതെല്ലാം നമ്മുടെ നമ്മുടെ അഴുത റേഞ്ചിൻ്റെ കീഴിലുള്ള അതുപോലെ 0 പോയിന്റ് എന്ന് പറഞ്ഞ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് അവിടെയും കുടിവെള്ളം കൊടുക്കുന്നുണ്ട്. അതുപോലൊപ്പം തന്നെ ഇരിക്കപ്പാറ സത്രം സെക്ഷൻ ഓഫീസിന്റെ ഫ്രണ്ട് വശം അവിടെ എല്ലാം സ്വാമിക്ക് കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. ഈ ആന ഒരു അക്രമം നടത്തുന്നതോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊന്നുമില്ല. പകൽ സമയത്ത് രാവിലെ തന്നെ നമ്മൾ ഈ റൂട്ട് ക്ലിയർ ആക്കും. നമ്മുടെ എലഫൻസ് സ്ക്വാഡ് ഉണ്ട്, അവർ ഇവിടുന്ന് ഫുൾ റൂട്ട് ക്ലിയർ ആക്കി മെസ്സേജ് കൊടുത്തതിന് ശേഷമാണ് സ്വാമിയെ സത്രത്തിൽ നിന്ന് കയറ്റി വിടുന്നത്. അതിനിടയ്ക്ക് അവരത് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഇനി പുല്ലുമേടിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ PTR വെസ്റ്റ് ഡിവിഷനിലും ഉൾപ്പെടുന്ന സ്ഥലം, അതുപോലെ തന്നെ PTRന്റെ ഒരു കോർ ഏരിയയാണ്. ഒരു നിരവധി ആനത്താരകൾ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടാണ് പുല്ലുമേട്. അതുകൊണ്ട് എപ്പോഴും ഈ സ്വാമിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ എപ്പോഴും ആനയുടെ സാന്നിധ്യമുണ്ട്. വലിയ 3-4 ഗ്രൂപ്പ് ആനകൾ തന്നെ ഇവിടെ വരാറുണ്ട്. പിന്നെ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ 11 സ്ക്വാഡുകാർ പോയ വഴിക്ക് ടൈഗറിനെ കണ്ടതായിട്ട് പറഞ്ഞു. ആണല്ലേ, ഇവിടെ 0 പോയിന്റിന് സമീപത്ത് വെച്ച് കടുവയെ കണ്ടതായിട്ട് പറഞ്ഞു. റൂട്ട് ക്ലിയർ ആക്കാൻ പോയ വഴി. അങ്ങനെ മൃഗങ്ങളുടെ സാന്നിധ്യം കുറച്ച് ദൂരെയാണോ അതോ ദൂരെ പോകുന്നതായിട്ടാണ്. ഇവരുടെ ഒന്നും അങ്ങനെ ഒരു ഉപദ്രവം എന്ന് പറയാനില്ല അല്ലേ? ഇത്ര മനുഷ്യരിങ്ങനെ ഓപ്പണായി തുറസായ സ്ഥലത്തൂടെ പോകുമ്പോഴും അങ്ങനെ ഒരു അനുഭവം സമീപകാലത്തൊന്നും ഇല്ലല്ലോ. ഇല്ല, അങ്ങനെ ഒരു അനുഭവം പ്രത്യേകിച്ച് വന്യജീവി ആക്രമണം സമീപകാലത്തെങ്കിലും ഭാഗത്തുണ്ടായിട്ടില്ല. അതിനുള്ള മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. എലഫൻസ് സ്ക്വാഡ് ഉണ്ട്, അല്ലെങ്കിൽ വന ദ്രുത പ്രതികരണ സേനയുടെ ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. ഇവരെല്ലാം തന്നെ ഈ റൂട്ടെല്ലാം ക്ലിയർ ചെയ്ത് വന്യമൃഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ പെർമിറ്റ് ചെയ്യുന്നത്. ഈ ആന, കാട്ടുപോത്തല്ല, കരടി അങ്ങനെ ഉണ്ടോ ഈ പുല്ലുമേട് മേഖലയിലുണ്ടോ അതോ? തീർച്ചയായിട്ടും എല്ലാവിധ വന്യജീവികളും ഇവിടെ കാണപ്പെടുന്ന എല്ലാം ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ സുരക്ഷിതമാണ് എന്തായാലും, യാത്ര സുരക്ഷിതമാണ്. സുരക്ഷിതമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടാണ് രാവിലെ അയ്യപ്പന്മാർ രാവിലെ 7 മണിക്ക് ശേഷം കടത്തി വിടുന്നത്. അപ്പം 7:30 ആകും. കാരണം നമ്മളിതൊന്ന് മൂടൽ മഞ്ഞൊക്കെ ഉള്ള സമയം, അല്ല മഴയുള്ള സമയം, അല്ലെങ്കിൽ ആനകളുടെ വന്യജീവികളുടെ സാന്നിധ്യമുള്ള സമയം, ഇതൊക്കെ നോക്കിയിട്ടത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ ഇവർ കടത്തിവിടുന്നത്. എന്തായാലും അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊരു ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കടുവയെ പോലും കണ്ടു എന്നാണ് പറയുന്നത്. അത്രത്തോളം പ്രാധാന്യമുള്ളൊരു അത്രയും കോർ വനമാണ്, വനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഇത് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. വന്യമൃഗങ്ങൾ ഒരുപക്ഷെ ഈ മലമടക്കുകളാണ് പലയിടത്തും മറഞ്ഞു നിൽക്കുന്നതൊക്കെ ഉണ്ടാകാം. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വനത്തിൽ കൂടിയാണ് ഈ ഒരു അയ്യപ്പന്മാരുടെ യാത്ര. അപ്പോൾ ഇതാണ് മനോഹരമായ പുല്ലുമേടിൻ്റെ വിശേഷങ്ങൾ, യാത്രാവിശേഷങ്ങൾ, കാഴ്ചകളെല്ലാം. ഇവിടെ നിന്നൊരു 6 കിലോമീറ്ററൂടെ യാത്ര ചെയ്താലാണ് സത്രത്തിലെത്തുക. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ച് സന്നിധാനത്തേക്ക് മടങ്ങുകയാണ്. കൂടുതൽ ശബരിമല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.